ഇവിടെ വന്നിട്ട് ചിലരോട് ചോദിച്ചിട്ടുണ്ട്, പാപ്പ നീലാനും പാപ്പ നിങ്ങൾക്ക് പ്രകാശത്തിൽ കൊണ്ടിട്ട് നിങ്ങൾ പ്രകാശമാക്കി ഇതെല്ലാം കാണിച്ചു വരച്ച് അനുഭവിച്ചിട്ടെന്ന് നമ്മളെയും അത് നമുക്കും അതുപോലെ കാണിച്ചിട്ടെന്ന് പറഞ്ഞു പലരും. ഇന്ന് ഞാൻ ഈ ബുദ്ധിമുട്ടുണ്ടല്ലോ, ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കുറെ മെഡിറ്റേഷനും ഇതൊന്നും വേണ്ടല്ലോ, ഒന്ന് ആക്കിയിട്ട് നമ്മൾ എനിക്ക് കഴിക്കുന്നത് എന്നാ തരത്തിലല്ല ഈശ്വരൻ അള്ളാഹു ആക്കിയത്. എനിക്ക് ഇതല്ല എന്നെ പ്രകാശത്തിൽ കൊണ്ടിട്ട് കാണിച്ചിട്ടെന്ന് ആ പ്രകാശം ഭിത്തിലൂടെ എന്ന പോലെ ആദ്യ പ്രകാശത്തിൽ കൊണ്ടിട്ട് പ്രസരിച്ച് മുളച്ച് വളർന്ന് പ്രകാശം തീ ചൂട് വായു വെള്ളം എല്ലാം വ്യാപിച്ച് അവിടുത്തെ നരീശ്വരനായ ശിവനും ഇലാഹും എന്ന് പറയുന്നു. ആ സ്വരൂപമായ ഇലാഹും ശിവനുമായി ആ സ്വരൂപിച്ച് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ കർപ്പമായ കൂട്ടിട്ടമൃഗത്തെ ഭൂമിയിലേക്ക് ആ പ്രകാശമായ ഞാൻ തന്നെ ബീജമായി അറിഞ്ഞുകൊണ്ടതാണ്. അതിൽ നിന്ന് ആ ഇലാഹും ശിവനും പുനർജനിച്ചുള്ള ശിവാവതാരവും ഇലാഹിന് പ്രവേശിക്കുന്നതായി ആദ്യമ മനുഷ്യനായി തുടർന്ന് വിചാന്തരങ്ങളിലൂടെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം ഇതേ എനിക്കറിയും. എന്നെ പ്രകാശത്തിൽ കൊണ്ടേറ്റ് പ്രപഞ്ചനാഥ് ആ പ്രകാശമാക്കി രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന ഭൂമിയിൽ ദൃശ്യമാക്കി ആ പ്രകാശം രൂപമെടുത്ത ശിവാവതാരം ഇലാഹിന് പ്രപഞ്ചനാഥനാണ് ഞാൻ. ആ പ്രപഞ്ച അദൃശ്യനായ അവനാണ് ഇതെല്ലാമായി രൂപാന്തരപ്പെട്ടു വന്ന ഈ സ്വരൂപങ്ങളിൽ നിന്ന് ഞാൻ അതുപോലെ ഉണ്ടാക്കി സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചും മറിച്ചും അനുഭവിച്ചും തരാൻ നിങ്ങളാരാണ് ഇത്തരം എനിക്ക് കഴിയും. ആ പണി പറ്റൂല, പറ്റുമായിരുന്നു. എന്നെ മുന്നേ ഇറക്കിക്കൊണ്ടെന്ന് ഈ ബാഹന്മാരൊക്കെ ഐത്തുബാലും ഇബ്രാഹിം അബ്ബാസും എന്നെ പോലുള്ള ആൾക്കാർ ഏകാന്ത വർഷത്തിലായിരുന്നു. അവിടെ ഇവന്മാരൊക്കെ പിടിച്ച് ഇറക്കിക്കൊണ്ടെന്ന, അല്ലെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും അങ്ങനെ പ്രകാശിപ്പിക്കും. ബിലാൽ ബാബനെ വരി ഉണ്ടാക്കേണ്ടത് ലോകത്തിന് കിട്ടൂല. ബിലാൽ ബാബ എത്ര ആളെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന കുറെ ആളുകളുണ്ട്, ശിക്ഷകണങ്ങൾ ഇതുപോലെ കാണിച്ചു തരുന്നുണ്ടാവും, സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തരുന്നുണ്ടാവും. ഇല്ല, അവരെല്ലാം ശരിയേറ്റും മറ്റേ തെയ്യത്താൽ സത്യവിടാതൊക്കെ പറഞ്ഞു നടത്തുന്നത്. അവരൊക്കെ പറഞ്ഞത് കോഴിക്കോട്ട് മാർച്ച് ബീരപ്പനെ മാർച്ചെന്ന്. ഞാനും അത് മദ്രസ പഠിപ്പിച്ചില്ല, ചില അക്ഷരങ്ങളെ പഠിപ്പിച്ചുള്ളൂ. സ്കൂളും 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിപ്പിച്ചുള്ളൂ, ഓർമ്മയില്ല എത്ര ക്ലാസ്. പിന്നെ ഞാനിങ്ങനെ മാർച്ചാവും. ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു. പിന്നെ എന്നെ മാർച്ചാക്കി. ഇപ്പൊ ഞാൻ എന്താ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തെ പഠിപ്പിച്ച് ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഇതാ ഞാൻ യഥാർത്ഥത്തെ പ്രപഞ്ചത്തിൽ തന്നെ സൃഷ്ടിച്ച് ഉണ്ടാക്കി അതിലെ എല്ലാ രഹസ്യങ്ങളും രൂപാന്തരപ്പെടുത്തി കാണിച്ചു തരുന്ന ലോകത്തിന്റെ മാർച്ചായിരിക്കും. പ്രപഞ്ചനാഥെ എന്നെ മാർച്ചാണാക്കിയത്, മാർച്ച് എന്നെ വിളിച്ചത്. ഇപ്പൊ ഞാൻ മാർച്ചാണ്. അതല്ലാതെ നിങ്ങളെ ഓട്ടോമാറ്റിക് ആക്കാൻ കൊണ്ട് ഇപ്പൊ കഴിയും ആയിട്ടില്ല. ഞാൻ ഇതിലൂടെ നിങ്ങൾ ഇതിലൂടെ കണ്ടറിഞ്ഞ് സഞ്ചരിച്ച്, അതാ ധ്യാനം, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു. എല്ലാവരും മെഡിറ്റേഷനും ഇതൊക്കെ എടുക്കും. ഞാൻ നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോകുന്നില്ല. യോഗ അത് ശരീരം ആരോഗ്യത്തിന് നല്ലതാ. വ്യായാമങ്ങൾ യോഗകൾ ആരോഗ്യത്തിനാണ് നല്ലത്, ദൈവത്തിലേക്കല്ല. ആ പേരിലാണ് ആളുകൾ ആകർഷിച്ച് കുറെ യോഗ അഭ്യാസമൊക്കെ ഇട്ടു. നീ ആ കൂട്ടത്തില ആളുകൾ നടക്കുന്നത്. നമുക്ക് ആ അഭ്യാസം പോസ്റ്റുകളൊന്നുമില്ല. നമ്മൾക്ക് നിങ്ങളാ യാതൊക്കെ പ്രൊഫഷനാഥൻ, നിങ്ങൾ എന്ന ശരീരം ഉപകരണം, നിങ്ങൾ ഉപകരണം, നമ്മളെ ഉപകരണമാണ് ശരീരം. അതെ പ്രപഞ്ചനാഥന്റെ ആ പരമാത്മാവായ ഈശ്വരന്റെ പരമാത്മാവിന്റെ പ്രവർത്തന ഉപകരണമാണ്. സകലമാണ് പ്രപഞ്ചം, സകലമാണ് മനുഷ്യൻ. ഈ ഉപകരണത്തെ എല്ലാം സൃഷ്ടിക്കുകയും എന്നിട്ട്
അതിൽ തന്നെ പ്രവേശിച്ചുകൊണ്ട് ഇതിലെല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ആവശ്യമായതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി പരിപാലിച്ച് സംരക്ഷിച്ച് പോരുകയും ചെയ്യുന്ന പ്രപഞ്ചനാഥനാണ്, സൃഷ്ടാവാണ്. ഇതിലൂടെ എല്ലാം പ്രവർത്തിച്ചു പോരുന്നത് ദൈവമാണ്, ഈശ്വരനാണ്, അല്ലാഹു. അവന്റെ സ്വരൂപം അവൻ്റെതാണ്, പ്രവൃത്തിയും അവൻ്റെതാണ്. അദൃശ്യനായിരുന്നില്ല അവൻ. ആദ്യ പ്രകാശമായി അതിലെ രൂപാന്തരപ്പെട്ട് എല്ലാ സ്വരൂപമായി വന്നതും അവനല്ലേ, അവന്റെ സ്വരൂപമല്ലേ. ഇതിൽ പ്രവേശിച്ചുകൊണ്ട് നിലന്ന് ഇതിലൂടെ എല്ലാം സൃഷ്ടിക്കുകയും നിലന്ന് പ്രവർത്തിച്ചു പോരുകയും വീണ്ടും ഇതിലൂടെ ആവശ്യമായതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതും ആ പരമാത്മാവായ ഈശ്വരനാണ്, അല്ലാഹു. വിമാനത്തെ ഉണ്ടാക്കിയ ആരാ? പ്രപഞ്ചനാഥൻ മനുഷ്യനിലൂടെ അല്ലാതെ സൃഷ്ടിച്ചത്. അവൻ പക്ഷികളെ ഉണ്ടാക്കി, പറക്കുന്ന പക്ഷികളെ സൃഷ്ടിച്ചു, പക്ഷികൾ പറക്കുന്നു. പിന്നെ അവൻ മത്സ്യങ്ങളെ ഉണ്ടാക്കി വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നു. പിന്നെ അവൻ ഇവിടെ ഭൂമിയിൽ യാത്ര ചെയ്യാൻ ഒട്ടകങ്ങൾ, മധുഭൂമിയിലാണ് ഒട്ടകം, അല്ലെങ്കിൽ പോത്ത്, കുതിര, കഴുത, ഇതല്ലേ വാഹനം. അവൻ മനുഷ്യ സ്വരൂപത്തിൽ വന്നിട്ട് സൃഷ്ടിച്ച സൃഷ്ടി അത്ഭുതകരമാണ്. അവൻ ആകാശത്തിലൂടെ പറക്കുന്ന വിമാനപ്പറവകളെ വിമാനം എന്ന പേരിൽ ഉണ്ടാക്കി അനവധി ടന്നുകളും ചരക്കുകളും മനുഷ്യരെ കയറ്റിക്കൊണ്ടുപോകുന്നത്. അത് മറ്റേ പ്രപഞ്ച ദൈവത്തിന് കയ്യിലാണ്. ദൃശ്യമായി വന്ന ഈ ദൈവമാണ് വിമാനപ്പക്ഷികളെ സൃഷ്ടിച്ചു, അല്ലേ, എല്ലാം കൊണ്ടുപോകും. മത്സ്യങ്ങളില് അനവധി ചരക്കുകളും മനുഷ്യരെയും കയറ്റിക്കൊണ്ടുപോകുന്ന കപ്പൽ മത്സ്യങ്ങളെ ഉണ്ടാക്കി, മുങ്ങിക്കപ്പൽ മത്സ്യങ്ങളെ ഉണ്ടാക്കി. ആരാണെന്നൊക്കെ നീയല്ല, ഈ ദൈവമല്ലേ ഉണ്ടാക്കിയത്, അല്ലേ? കപ്പൽ മത്സ്യങ്ങളെ ഉണ്ടാക്കി, ആകാശ പർവ്വത വിമാന പക്ഷികളെ ഉണ്ടാക്കി, മറ്റേ ഭൂമിയിലൂടെ കുതിരയും കഴുതിയും പോകുന്ന എത്ര 1000 ഇരട്ടിയും സ്പീഡിലോടുന്ന ട്രെയിനും എല്ലാം, കാറും ബൈക്കും എല്ലാ ബുള്ളറ്റ് ട്രെയിനും എല്ലാം ഉണ്ടാക്കി. ഏതെല്ലാം, ഏത് ഈശ്വരനാണ്? ഈ ഈശ്വരനാണ്. അങ്ങനെ ഇനി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഈശ്വരനാണ്. ഈശ്വര സ്വരൂപമാണ്, സ്വരൂപത്തിലൂടെ പ്രവർത്തിക്കുന്ന ഈശ്വരനാണ്, അല്ലാഹുവാണ് ഇതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കും. പിന്നെ നിങ്ങൾ ഏത് സങ്കല്പ നിഗമനവും ഒക്കെയായ ഈ പൊട്ടത്തരം പറഞ്ഞ ഊഹങ്ങളൊക്കെ പറഞ്ഞു, എന്നിട്ട് ഈ മനുഷ്യരെ അതിന്റെ പിന്നാലെ പറ്റി എന്തെങ്കിലും പറഞ്ഞ ആളെ പിന്നെ ഭയങ്കരാന്ന് പറഞ്ഞിട്ട് അയാളെ കൂടെ വട്ടം കറങ്ങുന്ന പണിയാണ് ആ ഗുരുവിന്റെ കൂടെ.